ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്നാക്കാണ്, ഒരു ഈവനിങ് സ്നാക്ക്. ഒരു പഴം നിറച്ചത് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ പഴം നിറച്ചത് നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. ഒരു ഷാളോ ഫ്രൈ മാതിരി ചെയ്യുന്നതേ ഉള്ളൂ. അതിനുവേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് നോക്കാം. ഞാൻ 2 പഴം എടുത്തിട്ടുണ്ട്. ഏത്തപ്പഴമാണ്. കുറച്ച് എള്ള്, 1 കപ്പ് ശർക്കര, 1 കപ്പ് അവല്, 1/2 കപ്പ് തേങ്ങ, കുറച്ച് കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ. കപ്പലണ്ടി അണ്ടിപ്പരിപ്പ് ഏതെങ്കിലും ഒന്നായാലും കുഴപ്പമില്ല, 2 ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവിനകത്ത് 1 നുള്ള് ഏലക്കാപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇങ്ങനെ കലക്കി വെച്ചിരിക്കുക. അതാണ്ട് ഇങ്ങനെ ഈ അയവിൽ കലക്കി വെച്ചിരിക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ പിന്നെ ഇത് ഓയില് നമുക്ക് വറക്കുന്നതിന്, നെയ്യ്, ഇത് ഏലക്കാപ്പൊടി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഈ പഴത്തിനുള്ളിൽ നിറയ്ക്കാനുള്ള സാധനങ്ങൾ ശരിയാക്കാം. നമുക്ക് 2 ടീസ്പൂൺ നെയ്യാണ് ഉപയോഗിക്കുന്നത്. നെയ്യ് ഒഴിക്കാം. അതിലേക്ക് ഈ 3 സാധനങ്ങളും കൂടി ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ ഈ കിസ്മിസും കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കിസ്മിസ് ഇട്ട് അത് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങയുടെ കൂടെ നമുക്ക് 1 സ്പൂൺ എള്ളും കൂടി ചേർക്കാം. 1-1.5 സ്പൂൺ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടാൽ മതി. അതൊന്ന് ചൂടായിക്കോട്ടെ. അത്യാവശ്യം അതെല്ലാം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ശർക്കര ഉരുകിയിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഈ അവലിട്ട് കൊടുക്കുകയാണ്. ശർക്കര ഇത്രയും വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 കപ്പ് ശർക്കര എടുക്കണ്ട, 1/2 കപ്പ് ശർക്കര എടുത്താൽ മതി. മധുരം കുറച്ച് മതിയെങ്കിൽ. നമുക്കിത് മാറ്റി വയ്ക്കാം. ഈ ഏത്തപ്പഴം എടുത്ത് ഇതിൻ്റെ ഈ ഭാഗം ഇതെങ്ങനൊന്ന് പൊളത്തണം. നെടുകയൊന്ന് 2 അറ്റത്തും ആയി പോകരുത് കേട്ടോ. ഇതിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് നെടുകെ പിളർത്തണം. ഇങ്ങനെ പിളർത്തി വയ്ക്കണം. കണ്ടോ? ഇങ്ങനെ പിളർത്തി വെച്ചിട്ട് നമ്മുടെ ഈ മസാലയില്ലേ അത് ഇതിനകത്തേക്ക് നിറച്ചു കൊടുക്കണം. ഒക്കുന്നത് പോലെ. കണ്ടോ? ഇതുപോലെ നിറച്ചു കൊടുക്കണേ. സ്പൂൺ ഉപയോഗിച്ചോ നിങ്ങളുടെ കൈ ഉപയോഗിച്ചോ ഏതോ ആയാലും മതി. ഇതുപോലെ നിറച്ചു കൊടുക്കണം. നിറച്ചു കൊടുത്തിട്ട് ഇനി എന്ന് പറയുന്നത് ഈ മാവില്ലേ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഈ മാവെടുത്ത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് തൂവി കൊടുക്കേ. ഇതാട്ടെ ഇതുപോലെ ഇരിക്കും. ഇതുപോലെ അതിൻ്റെ പുറത്തേക്കൊന്ന് തൂവി കൊടുത്താൽ മതി. എന്നുവെച്ചാൽ അതിന് നമ്മൾ ആ വെച്ച മസാല ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ മാവിൽ മുക്കി എടുക്കുന്നില്ല. ഇതുപോലെ ഒന്ന് തൂവി കൊടുത്താൽ മതി എല്ലാ സൈഡും. ഞാൻ ഇതുപോലെ ബാക്കിയും കൂടെ ഒന്ന് ഉണ്ടാക്കിക്കോട്ടെ.
അതുകൊണ്ട് ഇതുപോലെ ഞാൻ 2 എണ്ണം ഉണ്ടാക്കുന്ന 2 എണ്ണം ഇങ്ങനെ തൂവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഈ പാൻ ചൂടായി തന്നെ ഇരിക്കുകയാണ്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണേ. ഇത്രയും മതി. അപ്പം ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് പതുക്കെ നമ്മുടെ ഈ പഴം നിറച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പതുക്കെ ഇടണേ. തീ കുറച്ചിട്ട് കൊടുക്കണം. 4 സൈഡ് നമ്മൾ വേവിച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ടും വളരെ പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാവേ. ഡീപ് ഫ്രൈ അല്ലാത്തതുകൊണ്ട് ഇത് ഓരോ സൈഡും നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. പെട്ടെന്ന് വേവും. 1 മിനിറ്റ് മതി. ഒരു സൈഡിൽ 1 മിനിറ്റ് മതി വേവാൻ. നമ്മൾ മാവിങ്ങനെ കോരി ഒഴിക്കുമ്പോൾ കുറച്ച് മാവ് എല്ലാ സൈഡിലും വീണിട്ടുണ്ടായിരിക്കും. അത് മതി കേട്ടോ. മാവിൽ മുക്കി എടുക്കുന്നില്ലല്ലോ നമ്മൾ. അപ്പോൾ ഇതാണ് നമ്മുടെ പഴം നിറച്ചത്. ഇതാ മസാല കുറച്ച് ഉള്ളിൽ വെച്ച സ്വീറ്റ് മസാലയില്ലേ, അത് കുറച്ച് അധികം ഉണ്ടായിരുന്നു. ഇത് നമുക്ക് നല്ല ടേസ്റ്റാണ് തിന്നാൻ. അവൽ വിളയിച്ചതില്ലേ, അതേപോലെ ഒരു ടേസ്റ്റ് വരും ഇത്. നമുക്കിത് കുട്ടികൾക്ക് കൊടുക്കാം, നമുക്കും കഴിക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന വിശ്വാസത്തോടെ വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ താങ്ക് യു.